ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയുടെ എപ്പിസോഡ് 11 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് കിമ്മും റേയും ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കുന്ന ഇടയ്ക്കാണ് റേ കിമ്മിനോട് പറയുന്നത്, എനിക്ക് ഇപ്പോൾ നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ വിചാരിച്ചു വെച്ച പോലെയൊന്നുമല്ലായിരുന്നു നിൻ്റെ ക്യാരക്ടർ, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് റേ അവനോട് പറയുന്നുണ്ട്. ഞാൻ നിനക്കയച്ച കത്തില്ലേ, അത് ഞാൻ അയച്ചതല്ല, അതെൻ്റെ അച്ഛന് നിനക്കയച്ചതാണ്. അച്ഛന് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം നിർബന്ധമായിരുന്നു, അതുകൊണ്ടായിരുന്നു അങ്ങനെയെല്ലാം എന്ന് റേ പറയുന്നുണ്ട്. നീ എനിക്ക് ആദ്യം തന്ന ആ ചെയിനില്ലേ, ഇനി നീ നല്ല ഒരാൾക്ക് തന്നെ അത് നൽകി എന്നെല്ലാം പറയുമ്പോൾ കിം ഒരു ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലെ കിം കുറച്ച് ദിവസങ്ങൾക്ക് പുറത്തുപോയി താമസിക്കാനായി പോകുന്നത്. അവൻ അവിടുത്തെ ട്രെയിനിലെല്ലാം കയറി നോക്കുമ്പോഴാണ് അവിടെ ജിയെ കാണുന്നത്. ജിയെ കണ്ട് അവൻ ഒരുപാട് വെട്ടുന്നുണ്ട്. ജിയ അവനെയും കാണുന്നുണ്ട്. എന്നിട്ട് അവനെ അറിയാത്തതുപോലെ തന്നെ മനസ്സിൽ ദുഃഖമെല്ലാം ഒളിപ്പിച്ച് അവിടെ തന്നെ അവൾ ഇരിക്കുകയാണ്. അന്നേരം തന്നെ കിം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സയൻറ്റിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയുടെ ചിത്രമാണോ റോബോട്ടിന് നൽകിയത്? അത് കേട്ടപ്പോൾ പെട്ടെന്ന് സയൻറ്റിസ്റ്റിന് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പിന്നെ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അതെ, ഞാനൊരു പാർട്ട് ടൈമായി ജോബ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ച് ക്യാഷ് എല്ലാം കൊടുത്ത് അവളുടെ ഫേസൊക്കെയാണ് ഞാൻ റോബോട്ടായി ചെയ്തത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റിനോട് കിം പറയുന്നുണ്ട്, ഞാൻ ആ പെൺകുട്ടിയെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സയൻറ്റിസ്റ്റിന് ഒരു പേടിയെല്ലാം ആകുന്നുണ്ട് ജിയെ അവൻ കണ്ടത്. അവിടെ നിന്ന് സയൻറ്റിസ്റ്റിനെ യൂച്ചോൾ വിളിച്ചത് കാരണം യൂച്ചോളിൻ്റെ അടുത്തേക്ക് വരികയാണ് സയൻറ്റിസ്റ്റ്. യൂച്ചോൾ സയൻറ്റിസ്റ്റിന് ജിയുടെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട്, ഇവളല്ലേ നിങ്ങളുടെ റോബോട്ടിൻ്റെ ഫേസുള്ള ആ കുട്ടി എന്നെല്ലാം ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് അതെ എന്ന് പറയുന്നുണ്ട്. ആ മറുപടി കേട്ട് യൂച്ചോൾ പിന്നെയും പറയുന്നുണ്ട്, ഇനി ആർക്കറിയാം അത് തികച്ചും റോബോട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ അയച്ചത് എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേട്ട് സയൻറ്റിസ്റ്റിന് വളരെയധികം സഹതാപമാണ് നിങ്ങളോട് എനിക്ക് തോന്നുന്നത് എന്നെല്ലാം പറഞ്ഞ് സയൻറ്റിസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. സയൻറ്റിസ്റ്റിന് ലാബ് വൃത്തിയേടായി കിടക്കുന്ന കാണുന്ന കിം രണ്ടുപേരെ ക്ലീൻ ചെയ്യാനായി അവിടേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻറ്റ് അവരെ വന്ന് ക്ഷണിക്കുന്നുമുണ്ട്. പക്ഷേ അത് കിം പറഞ്ഞയച്ച ആളുകളായിരുന്നില്ല, യൂച്ചോളിൻ്റെ അച്ഛൻ പറഞ്ഞയച്ച 2 ആളുകളായിരുന്നു. യൂച്ചോളിൻ്റെ അച്ഛൻ പറഞ്ഞ പ്രകാരം അവർ സയൻറ്റിസ്റ്റ് ആരും കാണാത്ത രീതിയിൽ ഒരു വൈറസ് എല്ലാം ആ കമ്പ്യൂട്ടറിൽ കയറ്റുന്നുണ്ട്. അന്നേരം ജിയയുടെ ചേട്ടത്തിയുടെ അമ്മയുടെ ഒരു ഐലൻഡിലുള്ള ഷോപ്പിലേക്കായിരുന്നു വന്നത്. ജിയ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് കുറേയധികം സംസാരിക്കുന്നുമുണ്ട്. അതേസമയം കിം ആണെങ്കിൽ ട്രെയിനെല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജിയെ ഫോളോ ചെയ്ത് ആ ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ വരെ എത്തിയിരുന്നു. മുത്തശ്ശിയുടെ കടയിൽ സാധനങ്ങളൊന്നുമില്ലാത്തത് കാരണം മുത്തശ്ശി പുറത്തുപോയി സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ നേരത്ത് ജിയ പറയുന്നുണ്ട്, ഞാൻ പോകട്ടെ, ഞാൻ അവരെയെല്ലാം കണ്ടിട്ട് ഒരുപാടായില്ലേ എന്നെല്ലാം പറഞ്ഞ് ജിയ അവരെയെല്ലാം കാണാനായി അവിടേക്ക് വരുന്നുണ്ട്. ജിയയെ കണ്ട് അവർ വളരെയധികം സന്തോഷത്തിലുമായിരുന്നു. ജിയ അവരോടെല്ലാവരോടും നല്ല പോലെയായിരുന്നു സംസാരിക്കുന്നതെല്ലാം. ആദ്യമേ ജിയ കുറച്ച് ദിവസങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ പരിചയപ്പെട്ടതായിരുന്നു ഇവരെയെല്ലാം. അങ്ങനെ ജിയ അവരോടൊക്കെ സംസാരിക്കുന്നത് കാണുന്ന കിമ്മിന് തന്നെ റോബോട്ട് സംസാരിക്കുന്നത് പോലെയെല്ലാം തോന്നുന്നുണ്ട്. ജിയ ആണെങ്കിൽ മീൻ വാങ്ങിക്കാനായി ആ മീൻകാരൻ്റെ അടുത്തെല്ലാം ചെന്ന് ജിയ മീൻ വാങ്ങുമ്പോഴെല്ലാം അവർ ചോദിക്കുന്നുണ്ട്, നീ ഇനി ഇവിടെ ഉണ്ടാകുമോ? അപ്പോൾ ജിയ പറയുന്നുണ്ട്, ഞാൻ പഠിക്കാൻ പോവുകയാണ് വിദേശത്തേക്ക്, അപ്പോൾ 2-3 ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാകും, അത് കഴിഞ്ഞാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവരെല്ലാവരും ജിയോട് പറയുന്നുണ്ട്, നീ പഠിച്ച് വലിയ ഒരാളായി നീ ഇവിടെ വരണം എന്നെല്ലാം പറയുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്ന ജിയെ കാണാനായി നേരെ കിം ആ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ട്. അവനെ കണ്ട് ജിയ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്ത് വരുന്നത്? നിങ്ങളെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടില്ലായിരുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? ഇതെല്ലാം കേട്ട് കിം ഒന്നും മിണ്ടാതെ ജിയെ നോക്കി നിൽക്കുകയാണ്. അതെല്ലാം കണ്ട് ജിയ ദേഷ്യം പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാനെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന കിം ജിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എനിക്ക് ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയെല്ലാം പറഞ്ഞു തുടങ്ങുമ്പോൾ ജിയ, നിർത്ത്, നീ എങ്ങോട്ടാണ് പോകുന്നത്?
എനിക്ക് നിന്നെ കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല. നീ എന്നെ പ്രേമിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് നിന്നോട് ഒരു ഇഷ്ടവുമില്ല. നീ ഇവിടെ നിന്ന് പോയിക്കോ, ഞാൻ പോലീസിനെ വിളിക്കും എന്നെല്ലാം പറഞ്ഞ് കിമ്മിനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ കിം അവിടെ നിന്ന് പോയപ്പോഴാണ് ജിയ ഓടി കിച്ചടിയിലേക്ക് പോയതിനു ശേഷം കിം കഴുത്തിലിട്ട് കൊടുത്ത ആ ചെയിൻ ഊരി എടുത്തു വെക്കുന്നത്. അത് കണ്ടാൽ വളരെയധികം പ്രശ്നമാവുമെന്ന് ജിയക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ജിയ അതെല്ലാം എടുത്ത് അവിടെയുള്ള ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്കായി വെക്കുന്നുമുണ്ട്. എന്നിട്ട് ജിയ നേരെ സുന്നിനെ വിളിക്കുന്നുണ്ട്. സുന്നിനോട് ഇതെല്ലാം പറയുമ്പോൾ സുൻ പറയുന്നുണ്ട്, നീ അവനെ അറിയുന്നത് പോലെ നടിക്കരുത്, പരിചയമില്ലാതെ പോലെ തന്നെ അഭിനയിക്കണം എന്നെല്ലാം സുൻ ജിയക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കിം എങ്ങനെയെങ്കിലും ജിയോട് സംസാരിക്കണമെന്ന മട്ടിൽ അവിടേക്ക് വന്ന് ഭക്ഷണം കഴിക്കാനുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നത്. അത് കേട്ട ജിയ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എത്രയോ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ, പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ വന്ന് കഴിക്കുന്നത്? അപ്പോൾ കിം പറയുന്നുണ്ട്, അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. പിന്നെ കിം ജിയോട് പറയുന്നുണ്ട്, എനിക്കൊരു റോബോട്ടുണ്ട്, അതിന് നിന്റെ അതേ ചായയാണ് എന്നെല്ലാം പറഞ്ഞു കേൾക്കുന്ന ജിയ പറയുന്നുണ്ട്, ഓ അത് ഞാൻ പാർട്ട് ടൈമായി ജോബ് ചെയ്തതായിരുന്നു, എനിക്കതിനവർ ഒരുപാട് ക്യാഷ് തന്നിട്ടുണ്ട് എന്നെല്ലാം ജിയ കിമ്മിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജിയ നേരെ പോയി അവൾ പറഞ്ഞതുമെല്ലാം സയൻറ്റിസ്റ്റിന് നേരെ ഒരു മെസ്സേജായി അയച്ചു കൊടുക്കുന്നുണ്ട്. മ്യൂച്ചോളും മീറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ യൂച്ചോളിനോട് പറയുന്നുണ്ട്, ഞാൻ കിമ്മിനുമായുള്ള വിവാഹം വേണ്ട എന്ന് കരുതി എന്നെല്ലാം പറയുമ്പോൾ യൂച്ചോൾ പറയുന്നുണ്ട്, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, എനിക്ക് അവനേക്കാളും എല്ലാം നല്ലത് വേണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഇതെല്ലാം കേട്ട് റേക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നുണ്ട്. അങ്ങനെ റേ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് റേയുടെ അച്ഛൻ വന്ന് അവളോട് സംസാരിക്കുന്നത്. അപ്പോൾ റേ പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ അച്ഛൻ പറയുന്നത് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതെനിക്ക് കഴിയുന്നില്ല, ഞാൻ കിമ്മിനെ വിവാഹം കഴിക്കുന്നില്ല, അച്ഛൻ ഇനി എന്നോട് അത് പറഞ്ഞ് നിർബന്ധിക്കരുത് എന്നെല്ലാം റേ അച്ഛനോട് പറയുന്നുണ്ട്. കിം വീണ്ടും ജിയെ കണ്ടത് നേരെ സയൻറ്റിസ്റ്റ് കിമ്മിനെ ഡോക്ടറെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. കിമ്മിനെ ഡോക്ടർ ആകെപ്പാട് പേടിച്ചു പോകുന്നുമുണ്ട്. ലാബിലേക്ക് തിരിച്ചു വന്നയുടൻ അവരെല്ലാവരും കൂടി വൈറസ് കയറിയ കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട ഷോക്കായി സയൻറ്റിസ്റ്റ്, പോട്ടെ സാരമില്ല, ഇതെല്ലാം ഞാൻ റെഡിയാക്കിക്കൊള്ളാം എന്നെല്ലാം പറഞ്ഞ് അതെല്ലാം അവർക്ക് വേണ്ടി ശരിയാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലേഡി അസിസ്റ്റൻറ്റും സയൻറ്റിസ്റ്റും കൂടി നേരെ കിമ്മുള്ള ജിയോയുടെ ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. കാരണം ജിയെ അറിയാതെ എന്തെങ്കിലും റോബോട്ടിനെ പോയി സംസാരിച്ചു പോയാൽ അത് കിം മനസ്സിലാകും, കിമ്മിൻ്റെ ജീവന് തന്നെ അത് ആപത്തായി മാറും. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് നേരെ അവിടേക്ക് പോകുന്നത്. അവിടെ നിന്ന് ജിയ ഭക്ഷണമെല്ലാം കൊടുത്തത് കഴിക്കുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത് കണ്ട് കിം ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ഒരു റൂം തരുമോ മുത്തശ്ശി എന്ന്. അത് കേട്ടയുടൻ നിനക്ക് സി വ്യൂ ആയിട്ടുള്ള റൂം പോരെ. അപ്പോൾ കിം അതേ എന്നെല്ലാം മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒരുപാട് ദേഷ്യത്തിലായിരുന്നു ജിയ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ പ്രകാരം കിമ്മിന് ജിയ റൂമെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ കിം ചോദിക്കുന്നുണ്ട്, ഇത് വളരെ ചെറുതാണല്ലോ. അപ്പോൾ ജിയ പറയുന്നുണ്ട്, എന്നാൽ നീ ഇവിടെ നിന്ന് പോയി വേറെ റൂം നോക്ക്. അതെല്ലാം കേൾക്കുന്ന കിം പറയുന്നുണ്ട്, അത് സാരമില്ല, എത്ര ചെറുതായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നെല്ലാം ജിയയോട് കിം പറയുന്നുണ്ട്. അങ്ങനെ ജിയയോട് കിം ഒരു കോഫി ഉണ്ടാക്കി തരുമോ എന്നെല്ലാം ആവശ്യപ്പെടുമ്പോൾ ഇവിടെ താഴെ കോഫി മേക്കറുണ്ട്, നീ ഈ ക്യാഷ് എടുത്തു പോയി അതിൽ കോഫി എടുത്താൽ മതി, നിന്റെ കയ്യിൽ ഇപ്പോൾ ഇവിടുത്തെ ക്യാഷ് ഒന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ വെച്ചോ എന്നെല്ലാം പറയുമ്പോൾ കിം അതെല്ലാം വാങ്ങുന്നുണ്ട്. ഡോക്ടർ ഉടനെ തന്നെ കിമ്മിനെ വിളിച്ച് കിമ്മിനോട് വിവരമെല്ലാം തിരക്കുന്നുണ്ട്. അപ്പോൾ കിം പറയുന്നുണ്ട്, ഞാനിവിടെയാണ്. അങ്ങനെ ആ സ്ഥലമെല്ലാം പറയുമ്പോൾ ഡോക്ടർ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ മെഡിസിൻ എല്ലാം എടുത്തില്ലേ? അപ്പോൾ കിം ഡോക്ടറെ കളിയാക്കി പറയുന്നുണ്ട്, ഞാൻ എടുത്തില്ല. അത് കേട്ട് ഡോക്ടർക്ക് ഒരുപാട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി നീ എന്ത് ചെയ്യും എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പോയി എടുക്കൂ എന്നെല്ലാം കിം ഡോക്ടറോട് തിരിച്ചു മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അവിടേക്കുള്ള യാത്രയിൽ സയൻറ്റിസ്റ്റിന് ഉറക്ക് വരാതിരിക്കാൻ സയൻറ്റിസ്റ്റിനൊരു കൂൾ ഡ്രിങ്ക്സ് എല്ലാം അസിസ്റ്റൻ്റ് ലേഡി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് സയൻറ്റിസ്റ്റ് കുടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോഴും സയൻറ്റിസ്റ്റിന് യാതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അസിസ്റ്റൻ്റ് ലേഡിക്ക് സയൻറ്റിസ്റ്റിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സയൻറ്റിസ്റ്റും ഈ സയൻറ്റിസ്റ്റ് ലേഡിയും അവിടെ നിന്ന് പോയപ്പോഴാണ് രണ്ട് അസിസ്റ്റൻ്റ് അവിടെ ഇരിക്കുമ്പോഴാണ് സുൻ അവിടേക്ക് വന്ന് അവർക്ക് ഭക്ഷണമെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ലാപ്പിൽ വീണ്ടും വൈറസ്
കയറുകയാണ് എന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. കിമ്മിനാണെങ്കിൽ അവിടെ ഏത് കോഫിയാണെന്ന് സെലക്ട് ചെയ്യാൻ അറിയാതെ പാടുപെടുന്ന കിമ്മിനെ മുത്തശ്ശി ഹെൽപ്പാക്കി കൊടുത്ത് അവന് കോഫിയെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞ പ്രകാരം വെയർ ഹൗസിലേക്ക് തനിച്ചു പോകുന്ന ജിയയെ കൂട്ടിന് പോകാനായി ജിയ അറിയാതെ തന്നെ കിമ്മും അവളുടെ കൂടെ കയറിയിരിക്കുന്നുണ്ട്. അവന് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ജിയ അവിടെ നിന്ന് വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ അവിടേക്ക് എത്തി അവിടെ നിന്ന് വണ്ടിയെല്ലാം സൈഡാക്കി അവിടെ ഇറങ്ങുന്നുണ്ട്. അതെല്ലാം കാണുന്ന കിമ്മിന് വളരെയധികം പേടി തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് ഈ സ്ഥലത്തേക്കൊന്നും കിം ഒരിക്കലും വന്നിട്ടില്ലായിരുന്നു. കിമ്മിനോട് അവിടെ നിന്ന് ഇറങ്ങാനെല്ലാം ജിയ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഐ എം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ 11th എപ്പിസോഡ് ഇവിടെ തീരുന്നത്.